ഇന്ന് നമ്മൾ ഒരു വീഡിയോ ഇൻട്രോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനായി നമ്മൾ ക്യാൻവ ഓപ്പൺ ആക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ യൂട്യൂബ് ഇൻട്രോന്നോ യൂട്യൂബ് വീഡിയോ ഇൻട്രോന്നോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രോന്ന് മാത്രം ടൈപ്പ് ചെയ്താലും മതി. അപ്പോഴേക്കും താഴെ ഓപ്ഷൻസ് വരും. അതിൽ നിന്നും നമ്മൾ യൂട്യൂബ് വീഡിയോ ഇൻട്രോ എന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ കുറേ ക്യാൻവയിലുള്ള ടെംപ്ലേറ്റ്സ് ഓപ്പണായി വരും. അതിൽ നിന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള ഒരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുക. ഓരോ ടെംപ്ലേറ്റ്സിൻ്റെ സൈഡിലുള്ള ആ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓരോ ടെംപ്ലേറ്റ്സും എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കേണ്ടതെന്ന് കാണിച്ചു തരും. അപ്പോൾ കുറേ ടെംപ്ലേറ്റ്സുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊരെണ്ണം സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്സിൽ നിന്ന് എങ്ങനെയാണ് വെൽക്കം ടു മൈ ചാനൽ എന്ന് എഴുതുന്നത് നോക്കാം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ വെൽക്കം ബാക്ക് എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റിലത്തെ ഈ സിംഹം ഇങ്ങനെ ചാടുന്ന ഭാഗം മാത്രം എടുത്തു. ഇനി നമുക്കവിടെ താഴെ കാണുന്ന ടെക്സ്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് അവിടെ വെൽക്കം ടു മൈ ചാനൽ എന്നോ എന്താണോ നമുക്ക് എഴുതേണ്ടത് അതവിടെ എഴുതി കൊടുക്കുക. ടെക്സ്റ്റിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടാനും ഫോണ്ട് ചേഞ്ച് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ളത് കാണും. അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. മുന്നത്തെ വീഡിയോയിൽ ഈ കളറും ഫോണ്ടും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ക്യാൻവയുടെയും ഇൻഷോട്ടിൻ്റെയും ഒക്കെ വീഡിയോ ഒന്ന് എടുത്ത് കാണുക. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടിക്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെന്നോളൂ. ഇൻട്രോ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 6 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയൊക്കെ അതിന് ദൈർഘ്യം മതിയാവും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആ സിംഹത്തിൻ്റെ ആ ഇത് ഒരു 3 സെക്കൻഡോളം ഉണ്ട്. അടുത്ത് വെൽക്കം ടു മൈ ചാനൽ എന്ന് കൊടുത്തു. നമുക്ക് അതിൻ്റെ അടിയിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കൊടുക്കാം. അതിനായി നമ്മൾ എലമെൻറ്റ്സ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബ്ലിങ്കിങ് സ്റ്റാർ എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വന്നു. അതിനെ നമ്മൾ ചെറുതാക്കി 3 സെക്കൻഡിലത്തേക്ക് വല്ലതും വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ സിംഹം ചാടി വന്നു കഴിയുമ്പോൾ കണ്ടോ വെൽക്കം ടു മൈ ചാനൽ എന്നുള്ളതിൻ്റെ അടിയിൽ ആ ഒരു ഡിസൈൻ കാണിക്കും. നമുക്ക് മറ്റൊരു ഡിസൈനൂടെ നോക്കാം. അത് മുമ്പേ നമ്മൾ സെർച്ച് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ കിടക്കുന്ന ഒരു ഡിസൈനാണിത്. അത് നമ്മൾ ഇതേപോലെ 3 സെക്കൻഡ് ക്രോപ്പ് ചെയ്ത് അവിടെ വെച്ചു. കണ്ടോ വെൽക്കം ടു മൈ ചാനൽ എന്നും പറഞ്ഞ് അത് അവിടെ കാണിക്കും. ഇത് ഗെയിമിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇൻട്രോ വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. ഇത് മറ്റൊരു ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് വെൽക്കം ടു മൈ ചാനൽ എന്നെഴുതിയതാണ്. അതേപോലെ നമുക്കിഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് എടുത്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റും ഒക്കെ കൊടുത്ത് ഓരോന്ന് ചെയ്യാം. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്സ് കൂടെ നോക്കാം. ഇതിൽ ഓൾറെഡി വെൽക്കം ടു മൈ ചാനൽ എന്നുണ്ട്. അപ്പോൾ ഇതിലെ ടെക്സ്റ്റൊക്കെ ചെറുതാക്കി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേരൂടെ ഒന്ന് കൊടുത്തു നോക്കാം. അതിനായി ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് വെൽക്കം ടു മൈ ചാനൽ എന്നുള്ളത് നമ്മൾ ഒന്ന് ചെറുതാക്കി വെക്കുകയാണ്. കാരണം നമുക്ക് ഒരു 6 സെക്കൻഡൊക്കെ മതിയല്ലോ കൊണ്ട് അതൊന്ന് ചെറുതാക്കി ഒരു 3 സെക്കൻഡാക്കി രണ്ടും വെച്ചു. താഴത്തെ ബാക്ക്ഗ്രൗണ്ടും വെച്ചു, ആ എഴുതിയേക്കുന്നതും വെച്ചു. ഞാനീ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം താഴത്തെ ടെക്സ്റ്റ് എന്നത് പ്രസ് ചെയ്ത് നമ്മൾക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ യൂട്യൂബ് ലാബ് 85 എന്ന് എഴുതി കൊടുത്തു. അത് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ടെംപ്ലേറ്റ്സിലേക്ക് വരും. അതിനെ നമ്മൾ ചെറുതാക്കി ഒരു 3 സെക്കൻഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസും കളറൊക്കെ ചേഞ്ച് ചെയ്യണേ കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ കാണുന്ന ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ്സിലേക്ക് ആ ടെക്സ്റ്റ് വരും. ഇനി നമുക്ക് ഇപ്പോൾ എഴുതിയ ടെക്സ്റ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കൊടുക്കാം.
അതിന് മുമ്പത്തെ പോലെ ബ്ലിങ്കിങ് സ്റ്റാർസ് എന്ന് എലമെൻറ്റ്സ് എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ കുറേ വീഡിയോസ് കാണിക്കും. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം 2 സെക്കൻഡ് അല്ലെ 3 സെക്കൻഡ് അത് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എഴുതിയ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുപോയി വെച്ച ബാക്ക്ഗ്രൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ 2 ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിക്കും ഇത്. താഴെ കാണുന്ന ആഡ് ഓഡിയോ എന്നതിൽ സെലക്ട് ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ വോയിസ് കൊടുക്കാൻ പറ്റും. വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ ഫസ്റ്റിലേ പറയത്തില്ലേ, അത് നമ്മുടെ വോയിസ് അവിടെ കൊടുത്താൽ ഇത് എഴുതി കാണിക്കുന്ന കൂട്ടത്തിൽ വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം മേളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പം ഡൗൺലോഡ് എന്ന് കാണിക്കും. ഇവിടെ MP4 വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അത് നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രോ വീഡിയോ ഇത്രയുമുള്ളൂ. അടുത്ത നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അവസാനം ഔട്ട്രോ വീഡിയോ ഇല്ലേ, താങ്ക്സ് ടു വാച്ചിങ് എന്നൊക്കെ പറയുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഔട്ട്രോ ചെയ്യുന്നതിന് വേണ്ടി മുമ്പ് ഇൻട്രോ ചെയ്തതുപോലെ തന്നെ നമ്മൾ സെർച്ചിൽ ഔട്ട്രോ വീഡിയോ, യൂട്യൂബ് വീഡിയോ ഔട്ട്രോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അപ്പോഴേക്കും താഴെ വരുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മുമ്പേ ഇൻട്രോയുടെ ടെംപ്ലേറ്റ്സുകൾ കാണിച്ചതുപോലെ തന്നെ ഔട്ട്രോയുടെ ടെംപ്ലേറ്റ്സും കാണിക്കും. നമുക്കിഷ്ടമുള്ള ഒരെണ്ണം അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളറിൽ നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കണമെങ്കിൽ അതിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ടെംപ്ലേറ്റ്സിനകത്ത് എനിക്ക് ആ ഫോട്ടോ മാത്രം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെയോ നമുക്കിഷ്ടമുള്ള ഫോട്ടോയോ അതിൽ കൊടുക്കാം. അതിനായി നമ്മൾ ആ ഫോട്ടോയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് ഇമേജ്, ഡിലീറ്റ് ഫ്രെയിം എന്ന് വരും. നമ്മൾ ഡിലീറ്റ് ഇമേജ് മാത്രം കൊടുക്കുക. ഫ്രെയിം അവിടെ കിടന്നോളും. ഫ്രെയിം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ നേരെ കൊണ്ടുവന്ന് അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫ്രെയിമിനകത്ത് നമ്മുടെ ഫോട്ടോ കയറിക്കോളും. അടുത്തത് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി ഗാലറിയിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യില്ല, റീപ്ലേസ് എന്ന് എഴുതിയതിൽ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മളുടെ ക്യാൻവയിലുള്ള ഫോട്ടോസിൻ്റെ പേജിലേക്ക് ചെല്ലും. അവിടെ ഇല്ലെങ്കിൽ മുകളിൽ കാണുന്ന ആക്സസ് എന്നതിൽ പ്രസ് ചെയ്ത് നമ്മൾ ഗാലറിയിൽ പോയി ഫോട്ടോ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് നമ്മൾ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഇമേജിനകത്തേക്ക് വന്നോളും. ഡയറക്റ്റ് താഴെ നിന്ന് ഗാലറി പ്രസ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആയിട്ടേ നമ്മുടെ പിക്ചർ വരുള്ളൂ. അതുകൊണ്ട് റീപ്ലേസ് എന്നതിൽ വേണം പ്രസ് ചെയ്യാൻ വേണ്ടി. അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ആ ഫോട്ടോസിൻ്റെ സൈസ് വേണേൽ കൂട്ടിക്കൊടുക്കാം. ഫോട്ടോസിൻ്റെ സൈസ് കൂട്ടുന്നതിനനുസരിച്ച് ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഫ്രെയിമിൻ്റെ ആ ഏരിയയും കൂടെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കണം. ഫോട്ടോ സൂം ചെയ്യുമ്പോൾ രണ്ടും സെലക്ട് ചെയ്ത് സൂം ചെയ്യണം. നമ്മൾക്ക് ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ആ താഴെ കാണിക്കുന്നത് പോലെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാം. താഴെ കാണിക്കുന്ന ആ സ്വിച്ചിൽ സെലക്ട് ചെയ്തതിന് ശേഷം വേണം മുകളിലത്തെ ആ ഫ്രെയിമിൽ നിന്നുള്ളത് സെലക്ട് ചെയ്യാൻ. കാരണം എല്ലാം ചെറുതാക്കി എഴുതിയേക്കുന്നതുകൊണ്ട് അവിടെ ടച്ച് ചെയ്യുമ്പം കിട്ടണമെന്നില്ല. അതുകൊണ്ട് താഴെ ആയി എഴുതി കാണിച്ചിരിക്കുന്നതിൽ സെലക്ട് ചെയ്ത് വേണം ഓരോന്നും ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ കൊടുത്തു. ഓക്കെ, ഇനി മേളിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നതിൽ പ്രസ് ചെയ്ത് അവിടെ MP4 വീഡിയോ എന്നത് വേണം സെലക്ട് ആയിരിക്കാൻ. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻട്രോ വീഡിയോയും ഔട്ട്രോ വീഡിയോയും ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.